ശ്രീയിൽ CPIയെ ഇരുട്ടിൽ നിർത്തി ഒപ്പിട്ട ആ നിലപാടിൽ കടുത്ത വിയോജിപ്പ് CPI തുടരുകയാണ്. അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്. നിലപാട് കടുപ്പിക്കാൻ തന്നെ CPI തീരുമാനിച്ചിരിക്കുന്നു. മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. പക്ഷേ ആ തീരുമാനം മാധ്യമങ്ങളോട് തുറന്നു പറയാൻ CPI സംസ്ഥാന സെക്രട്ടറി തയ്യാറായിട്ടില്ല. അത് ഹോൾഡ് ചെയ്യുകയാണ്. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും, അപ്പോൾ മാധ്യമങ്ങളോട് പറയും എന്നതാണ് ബിനോയ് വിശ്വം പറയുന്നത്. കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നുണ്ടോ എങ്കിൽ പോലും വിയോജിപ്പ് ഉണ്ട്, തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പരസ്യമായി പറയുമ്പോൾ പോലും പ്രതിഷേധ സൂചകമായി എടുക്കാൻ പോകുന്ന നടപടി എന്താണ് എന്നത് പരസ്യപ്പെടുത്തുന്നില്ല. അതൊരു പക്ഷേ ഇനിയും സമവായത്തിനുള്ള സാധ്യതകൾ തുറന്നിടുകയാണ് CPI ചെയ്യുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റന്നാളാണ് മന്ത്രിസഭാ യോഗം നടക്കുന്നത്. ഒരു പക്ഷേ അതിനു മുൻപ് ഏതെങ്കിലും തരത്തിൽ പ്രശ്നപരിഹാരം അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ 4-ന് ചേരുന്ന യോഗത്തിന് ശേഷം കൂടുതൽ തീരുമാനങ്ങൾ എത്ര നാൾ എങ്ങനെ ഈ പ്രതിഷേധം അറിയിക്കണം എന്നത് തീരുമാനമെടുത്തതിന് ശേഷം അറിയിക്കാം എന്നതാണ് CPI ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. എന്തായാലും മുഖ്യമന്ത്രി ഇടപെട്ട് നേരിട്ട് CPI സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി ഈ വിഷയം പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും CPI അയയുന്നില്ല. CPIക്ക് അത് ബോധ്യമായിട്ടില്ല, അവർക്ക് പ്രശ്ന പരിഹാരമായിട്ടില്ല എന്നത് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ കാണണം. ഇത് വളരെ പെട്ടെന്ന് സമവായത്തിലേക്ക് നീങ്ങുമോ എന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് MN സ്മാരകത്തിലെത്തി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിനുള്ള പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ ഇത് സമവായത്തിലേക്ക് എത്തും എന്നതായിരുന്നു നൽകിയിരുന്ന സൂചനകളെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല. മാത്രവുമല്ല, മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് CPI എത്തുന്നു എന്ന് പറയുമ്പോൾ അതിരൂക്ഷമായ പ്രശ്നമാണ് LDF-ൽ ഉടലെടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയാണ് ഈ എതിർപ്പ് രേഖപ്പെടുത്തുന്നത്. അത് തെരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങുന്ന നിർണായക ഘട്ടത്തിലാണ് എന്നത് ഓർക്കണം. അതും PM ശ്രീയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങുന്നു എന്ന ഒരു സാഹചര്യം, പ്രതിപക്ഷം അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിൽക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി പരസ്യമായി തന്നെ ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. അവർ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത്, ആ അവിശ്വാസം സർക്കാരിൽ രേഖപ്പെടുത്തുന്നത്. ഇതെന്ത് സർക്കാർ എന്ന് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ CPI സംസ്ഥാന സെക്രട്ടറി ചോദിച്ചത് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം, ഇപ്പോൾ എക്സിക്യൂട്ടീവിന് ശേഷം മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷവും അത് പരിഹരിക്കപ്പെടുന്നില്ല എന്നതാണ് സാഹചര്യം. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ ജോർജ് പൊടിപ്പാറ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചേരുകയാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, CPI അയയുന്നില്ല, അവർക്ക് പ്രശ്നപരിഹാരമായിട്ടില്ല, പ്രശ്നങ്ങൾ അതേപോലെ നിലനിൽക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ തീരുമാനം, മന്ത്രിമാർ വിട്ടുനിൽക്കാൻ എടുത്തിരിക്കുന്ന തീരുമാനം പുറത്തു പറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത്? അവർ ഒരു സമവായം അല്ലെങ്കിൽ കൂടുതൽ അവരെ അനുനയിപ്പിക്കാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാകുമോ? അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ പ്രകടമാവുന്നത് ഒരു അനുനയത്തിന്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല എന്ന് തന്നെയാണ്. അദ്ദേഹം കൃത്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് CPI മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ ആ പരിഹാരമായില്ലെങ്കിൽ അടുത്തതായിട്ട് എന്ത് നടപടിയെടുക്കും എന്ന ചോദ്യത്തിന് അത് ആലോചിച്ച് പറയാം, യുക്തമായ സമയത്ത് യഥാസമയം നിങ്ങളെ അറിയിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കൂടുതൽ വിശദീകരണത്തിന് മുതിരുന്നില്ല. വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് CPI ഇതുവരെ നിലപാടിൽ നിന്ന് അയവ് വരുത്താൻ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയായിട്ട് ബിനോയ് വിശ്വം നടത്തിയ ചർച്ചയിലും മഞ്ഞുരുകിയിട്ടില്ല എന്ന് തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എനിക്ക് തോന്നുന്നത് നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ, ആലപ്പുഴ റിപ്പോർട്ടർ ശരണ്യ പറഞ്ഞതുപോലെ ഒരുപക്ഷെ സംസ്ഥാന കൗൺസിൽ യോഗമായിരിക്കും ആ തീരുമാനം എടുക്കുന്നത്. ബുധനാഴ്ചയാണ് അടുത്ത മന്ത്രിസഭാ യോഗം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും 2 ദിവസത്തെ സാവകാശമുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും പുതിയ സമവായ ചർച്ചകൾ നടക്കുമോ, ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അല്പം കൂടി സമയം എടുക്കുന്നു. മാത്രമല്ല, CPI എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയല്ല, ദേശീയ നേതൃത്വമുണ്ട്. ദേശീയ നേതൃത്വമായിട്ട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം ഒരു അന്തിമ തീരുമാനം എടുക്കാം എന്നുള്ള രീതിയിലാണ് ബിനോയ് വിശ്വം പറയുന്നത്. തീരുമാനമെടുക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് എല്ലാ അവകാശവും നൽകിയിട്ടുണ്ട് ദേശീയ നേതൃത്വം. വേണമെങ്കിൽ ബിനോയ് വിശ്വത്തിന് പറയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തീർച്ചയായിട്ടും. കാരണം ഇന്ന് രാവിലെ എക്സിക്യൂട്ടീവ് യോഗം, സെക്രട്ടേറിയറ്റ് യോഗം നടന്നു, എക്സിക്യൂട്ടീവ് യോഗം നടന്നു. ആ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നതിനിടയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനിടയിൽ നിന്ന് മുഖ്യമന്ത്രി വിളിക്കുന്നു. ഉച്ചതിരിഞ്ഞ് കാണണമെന്ന് പറയുന്നു. അങ്ങനെ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വം തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നു. പക്ഷെ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്ന 3 CPI മന്ത്രിമാരെ കൂടി കാണുന്നു.
പക്ഷെ അതിനുശേഷം വീണ്ടും എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റ് ചേരുന്നു. അത് ചേർന്നതിന് ശേഷം പുറത്തിറങ്ങി വന്ന ബിനോയ് വിശ്വമാണ് പറയുന്നത് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല, ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല, ഞങ്ങൾ തൃപ്തരല്ല, അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല, തീരുമാനം യുക്തമായ സമയത്ത് നിങ്ങളെ അറിയിക്കും എന്നാണ് പറയുന്നത്. ഇതിന്നൊക്കെ വ്യക്തമാകുന്നത് ഈ വിഷയത്തിൽ തങ്ങളെ ഇരുട്ടിൽ നിർത്തി മന്ത്രിസഭാ യോഗത്തെ അറിയിക്കാതെ ഒരു പ്രത്യേക രീതിയിൽ എടുത്ത തീരുമാനത്തോട് CPIക്ക് കൃത്യമായി വിയോജിപ്പുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം ഈ വിഷയത്തിൽ CPI മുൻപ് പലപ്പോഴും ചെയ്തിട്ടുള്ള പോലെ ഒരു വിട്ടുവീഴ്ചയിലേക്കോ ഒരു അനുരഞ്ജനത്തിലേക്കോ പോയാൽ അവർക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഈ കാര്യത്തിൽ എന്തായാലും ഈ വിഷയത്തിൽ പെട്ടെന്നൊരു വിട്ടുവീഴ്ചയ്ക്ക് CPI തയ്യാറല്ല. CPI കൃത്യമായൊരു നിലപാടോടുകൂടി തന്നെയാണ്, അതായത് മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിസഭാ യോഗം തീരുമാനം മാറ്റിവെച്ച ആ തീരുമാനം ഉണ്ടാവില്ല എന്ന് ആ വിഷയം ഉന്നയിച്ച കെ.രാജനോട് പറഞ്ഞിട്ട് ആ സമയത്ത് തന്നെ ഈ പറഞ്ഞ PMC കരാറിൽ അതിന്റെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ പോയി ഒപ്പുവെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പാർട്ടിയെ, പ്രത്യേകിച്ച് ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായി CPI അപമാനിക്കുന്നതിന് തുല്യമാണ്. ആ അപമാനം സഹിക്കാൻ തയ്യാറല്ല എന്നുള്ളത് നേതൃത്വത്തിന് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും എക്സിക്യൂട്ടീവ് യോഗത്തിന്റെയും സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെയും ഒരു പൊതുവികാരം അങ്ങനെ അല്ല എന്ന് വേണം. വളരെ കൃത്യമായി തന്നെ വളരെ ശക്തമായ ഒരു നിലപാട് എടുക്കണം. ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല എന്നുള്ളൊരു സമീപനം ഈ യോഗങ്ങളിൽ ഉണ്ടായി എന്ന് വേണം വിചാരിക്കാൻ. അതുകൊണ്ടുകൂടിയായിരിക്കാം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട ശേഷവും അദ്ദേഹം ചില വിശദീകരണങ്ങൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം കൊടുത്തു. ശ്രീ ജോർജ് പൊടിപ്പാറ, യാതൊരു തരത്തിലുമുള്ള മുന്നണി മര്യാദ പാലിച്ചിട്ടില്ല. LDF-ൽ ചർച്ച ചെയ്യുകയോ യോഗം വിളിക്കുകയോ ഈ വിഷയം അവതരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിൽ ആകെ 4 മന്ത്രിമാർ CPIക്കുള്ളത്, അവരെ പോലും മുഖവിലേക്ക് എടുത്തിട്ടില്ല. മാത്രവുമല്ല, എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഇതിൽ ഒപ്പിടാൻ തീരുമാനിച്ചിട്ട് ആ മന്ത്രിസഭാ യോഗത്തിൽ പോലും കബളിപ്പിക്കലാണ് ഉണ്ടായിട്ടുള്ളത്. അത് വളരെ വ്യക്തമായിട്ടുണ്ട് പൊതുജനത്തിന് ഉൾപ്പെടെ. അപ്പോൾ CPIയെ സംബന്ധിച്ച് എത്ര അഭിമാനക്ഷതം അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. പോട്ടെ, ഇനി പ്രശ്നം അത് നടന്നു കഴിഞ്ഞു. ഇനി എന്താണ് പരിഹാരം? അതും കബളിപ്പിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ധാരണാപത്രം ഞങ്ങൾ ഒപ്പിട്ടു, പക്ഷേ ഇത് നടത്തില്ല എന്ന് പറയുകയാണ്. 2 പേർക്കും കൂടി സ്വീകാര്യമായത് നടപ്പാക്കാൻ പറ്റുള്ളൂ, അപ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ കരാർ പ്രകാരം അതൊന്നും സാധ്യമല്ല. കേന്ദ്രത്തിന് വേണമെങ്കിൽ ഇത് കൃത്യമായ നടപടിക്രമങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ കേന്ദ്രത്തിന് വേണമെങ്കിൽ ഈ കരാർ റദ്ദാക്കാൻ പറ്റും, പക്ഷേ കേരളത്തിനായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് അല്ലെങ്കിൽ ഡൽഹി കോടതിയിൽ നിയമ നടപടികളിലേക്ക് നീങ്ങേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. ഇതൊക്കെയാണ് വസ്തുതയെന്നിരിക്കെ ഒരു ഘടകകക്ഷിയെ ഏതെങ്കിലും തരത്തിൽ കബളിപ്പിച്ചുകൊണ്ട് ഒരു സമവായം എന്നത് സാധ്യമാകുമോ? തീർച്ചയായിട്ടും അത് CPIക്ക് ഈ കാര്യത്തിൽ അഭിമാനം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. മുൻപ് പലപ്പോഴും നടത്തിയ ചർച്ചകൾക്കൊക്കെ ശേഷം പല കാര്യങ്ങളിലും നടത്തിയ വിട്ടുവീഴ്ച ഈ വിഷയത്തിലെടുത്താൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPIയുടെ അഭിമാനവും അസ്തിത്വവും വല്ലാതെ പണയപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു മാത്രമേ നേതൃത്വത്തിന് ഒരു തീരുമാനം എടുക്കാൻ കഴിയൂ. അങ്ങനെ നേതൃത്വം ഏകപക്ഷീയമായിട്ട് അഭിമാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരു തീരുമാനം എടുത്താൽ തീർച്ചയായിട്ടും അണികളുടെ വലിയ പ്രതിഷേധം നേരിടേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ പല കാര്യങ്ങളിലും CPMന്റെ വല്യേട്ടൻ മനോഭാവം CPI അണികളെ പല സ്ഥലങ്ങളിലും വല്ലാതെ അതൃപ്തരാക്കിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അഭിമാനം നഷ്ടപ്പെടുന്ന രീതിയിൽ മന്ത്രിസഭാ യോഗത്തിൽ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഏകപക്ഷീയമായിട്ട് മുഖ്യമന്ത്രിയും ഒരു മന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ട് എടുത്തൊരു തീരുമാനം അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. CPI ദേശീയ നേതൃത്വവും അതേ നിലപാട് തന്നെയാണ് എടുത്തത്. CPM ദേശീയ സെക്രട്ടറി ആയിട്ട് നടത്തിയ ചർച്ചയിൽ പോലും അദ്ദേഹത്തിനും വേണ്ടത്ര അറിവുണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ നിന്നുള്ള ഒരു തോന്നലാണ് നമുക്കൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും CPIക്ക് ഈ വിഷയത്തിൽ ഒരു വലിയ വിട്ടുവീഴ്ച പറ്റില്ല. മുഖ്യമന്ത്രി ഇനിയിപ്പോ ഏതെങ്കിലും ന്യായങ്ങൾ പറഞ്ഞാൽ പോലും സാമ്പത്തികമാണ്, ഫണ്ടിന്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാലും അഭിമാനം വെച്ച് ഫണ്ട് വാങ്ങണോ, ഒരു മുന്നണി മര്യാദ പാലിച്ചിട്ടുണ്ടോ? മുന്നണിയെയും മന്ത്രിസഭയെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു ചർച്ച പോലും നടത്താതെ ഇത്രയും സുപ്രധാനമായ ഒരു പ്രശ്നത്തില്, വളരെ നയപരമായ ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കുന്നത് അംഗീകരിച്ചു നൽകാൻ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഇടതുമുന്നണിയുടെ ഒരു അവിഭാജ്യ ഘടകം എന്നുള്ള നിലയ്ക്ക് തങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അവർ കൃത്യമായി പറയുന്നുണ്ട്.